തല്ലുകൊണ്ട് മതിയായില്ലേ? ഇല്ല ഇത് ഞാൻ കയറി സംസാരിച്ചത്. കെവിൻ കെവിൻ ഇത് വള്ളിയാക്കും. ഞാൻ പോയിട്ട് വരാം. ഞാൻ കേറണോ? വേണ്ട ഇത് ഞാൻ പോയിട്ടില്ല. വെറുതെ സിറ്റുവേഷൻ എടുക്കാൻ കാര്യം ആളില്ല. ഞാൻ വരാം. ഇല്ലണ അത് അണ്ണൻ കേറ്. സോൾവ് ആയോ എന്ന് പറയണല്ലോ. സോൾവ് ആയോ? ചുമ്മാ ആൾക്കാര് പലതും പഠിച്ചിറക്കുന്ന കണ്ണാപ്പി. നീ അധികം സോൾവ് ആക്കണ്ട, മനസ്സിലായ? നീ അധികം സോൾവ് ആക്കല്ലേ. അണ്ണൻ ഡിസ്കോട്രോൾസ് ഉണ്ടോ? ഞാൻ പോയിട്ട് ഇല്ല ഞാൻ വരാം. കേറി തൊലക്കണ. നമുക്കിന്ന് ആളില്ലടാ, നമുക്ക് ആരും ഇല്ലടാ. നമുക്കിന്ന് ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു, കുറേ പേര് ഇന്ന് കുറേ പേര് കയറത്തില്ലെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ചുമ്മാ നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചാണ് ലൈവ് വന്നത്. ഇന്നത്തെ ലൈവ് ഞങ്ങൾ ത്രെഡ് പോലും പറയാതെ ചുമ്മാ ഞാൻ വന്നപ്പം ഓക്കെ ഇത് പോയി, സ്വർഗരാജ്യം പോയി അടിച്ച്. ഓക്കെ ഞാൻ റീസ്റ്റാർട്ട് കഴിഞ്ഞ് കയറി സോൾവ് ആക്കണ്ട സീൻ. എടാ നീ എന്ത് സോൾവ് ആക്കാൻ? ഇല്ല ഞാൻ അവിടെ പോയി സംസാരിച്ച് നീ വാ തുറന്നാ അത് വാറിലേ തീരുള്ളൂ. അത് ഒരു സംശയം വേണ്ട. അതില് കേറണം, സംസാരിക്കണം. അണ്ണ ഇവിടെ ട്രോൾസ് കാണുന്ന ഇതാര് കൊമ്പാച്ചനാ? ഡേ കൊമ്പ എന്തൊക്കെയുണ്ട്? ഓക്കെ എന്തിനു പരിപാടി നിങ്ങള്? മറ്റേ വിൻസെന്റ് ഇപ്പൊ ഇല്ലേ നിങ്ങളോടെ? എന്തുപറ്റി? കക്കൂസ് പോയാ? കക്കൂസ് തളർന്നവൻ അവൻ കൊട്ടമായിടുമായിരുന്നു അവൻ. അവൻ പിന്നെ കൊട്ടമായിട്ട് മടുക്കാതെ പിന്നെ അവൻ കിട്ടാനല്ലേ അവനെ അന്നേ പറഞ്ഞല്ല കൊട്ട കടിയാനാന്ന്. എനിക്ക് കണ്ട പല ഉത്സവത്തിനും അമ്മാവന്മാരെ കൊട്ട കടിച്ചോണ്ട് വന്നവനായിരുന്നാ വിൻസെന്റ്. മറ്റേ വിൻസെന്റ് ഇപ്പൊ ഇല്ലേ നിങ്ങളോടെ? എന്തുപറ്റി? പോയാ? കക്കൂസ് തളർന്നവൻ അവൻ കൊട്ടമായിട്ടായിരുന്നു അവൻ. പിന്നെ കൊട്ടമായിട്ട് മടുക്കാതെ പിന്നെ അന്നേ പറഞ്ഞല്ല കൊട്ട കടിയാനാന്ന്. എനിക്ക് കണ്ട പല ഉത്സവത്തിനും അമ്മാവന്മാരെ കൊട്ട കടിച്ചോണ്ട് വന്നവനായിരുന്നാ. ഹലോ ഡേ കൊമ്പ കണ്ണാപ്പി. എന്താ ആരാണ് 5ാം കാലമായിരിക്കുന്നത്? കണ്ണാപ്പി RP കളിക്കുവാണെങ്കിൽ ഇതിനകത്ത് നടക്കും. ഡിസ്കോഡ് ഉണ്ടോ? സോറി ഞാൻ ഇറങ്ങിയെന്ന് ചട്ടന്റെ സോൾവ് ആയത് കണ്ടോ? കാട്ടി ഇറങ്ങിയിട്ടുണ്ട് നിന്നോട് സംസാരിക്കണം. പഴം കൂടെ മേടിച്ചോണ്ട് പറഞ്ഞേ. നിന്നോട് സംസാരിക്കാനാ. എടാ എന്നെ നാലോ ഒന്ന് പിക്ക് ചെയ്ത്. എന്റെ വണ്ടിയില്ല. എടാ കണ്ണാപ്പി, ഞാൻ നിന്നോട് എന്തോ പറഞ്ഞത്? നീ എന്തോ പറഞ്ഞത്? ഇത് സോൾവ് ചെയ്യാന്നല്ലേ നീ പറഞ്ഞേ? അണ്ണ ഞാൻ അവിടെ വെച്ചൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചു. അവനണ്ണ മറ്റേ കൊട്ടവാസം എന്ന് പറഞ്ഞ അപ്പഴത്തേക്ക് ഞാൻ അവന്റെ അടുത്ത് മാന്യമായിട്ടാണ് ഇന്ന് സംസാരിച്ചത്. ഉള്ള കാര്യം പറയല്ലോ, സത്യമായിട്ട് ഞാൻ മാന്യവസ്ഥ. എല്ലാരും വരല്ലേ അണ്ണാ? ത്തേക്ക് നിന്റെയൊക്കെ കൊമ്പ നിന്റെ സംസാരം നമ്മളിങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല. അത് കുഴപ്പമില്ല. അല്ല കൊമ്പ നമ്മളെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ നിന്റെ അടുത്തൊരു ഇഞ്ചി ചൊറിഞ്ഞോടാ കൊമ്പ. എടാ ഞാൻ തമാശയിലൊരു സർക്കാസ്റ്റിക് ആയിട്ട് ചോദിച്ചല്ലേ. വിൻസെന്റ് എന്ന് പറയുമ്പോ എപ്പോഴും വിൻസെന്റ് വരുമ്പോ ചോദിക്കാറുള്ള കൊമ്പന്റെ സൈഡിൽ നമ്മൾ ഇങ്ങനെ പോയിട്ടില്ല. സിറ്റി വരുമ്പോ ഇങ്ങനെ എന്താ കൊമ്പ? എന്താ പ്രശ്നം?
ഇല്ല ഒന്നുമില്ല കണ്ണാപ്പിയായിട്ട് ചെറിയ സംസാരം കണ്ണാപ്പിയായിട്ടല്ല ഫ്ലഫി വന്നിട്ട് നമ്മള് പുതിയ പുതിയ മൊണ്ണകളാണ് ചോദിച്ചു. അപ്പൊ മച്ചാൻ അവിടെ നിന്ന് കേട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്താണ് നമ്മള് കേട്ട കാര്യം ബാക്കിയുള്ളവർക്ക് വായും ചെവിയൊന്നുമില്ല. നീ പറഞ്ഞവനെന്ത് പോപ്സ് ഒക്കെ നിന്നപ്പോഴാണ് നീ അത് സംസാരിച്ചത്, മനസ്സിലായി? പോപ്സ് ഒക്കെ എന്റെ അടുത്ത് കാര്യം എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ഒന്ന് ചോദിക്കാൻ വന്നത്. അപ്പൊ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ നീ നേരെ ചോദിക്കുന്നത് എന്താ നിങ്ങളൊക്കെ മൊണ്ണാളാണ്? ഞാൻ നിന്റെ അടുത്ത് സംസാരിച്ചോ? അതെ, ഞാനാണ് അവിടെ അഖിൽ ജോഡ് എന്ന് പേരും പറഞ്ഞത്. അഖിൽ ജോഡ് എന്ന് പേര് പറഞ്ഞതിന്റെ ആണോ നീ? ആണോ അല്ലേ? എന്നോടാണോ സംസാരിച്ചത്? ക്രൈസിന്റെ അടുത്താണ് സംസാരിച്ചത്. സംസാരിച്ചിട്ടേ എനിക്ക് അതിന്റെ ഞങ്ങളെ പറ്റി മൊണ്ണയാണെന്ന് കാര്യമില്ല. നിന്റെ അടുത്ത് ഞാൻ പേര് ചോദിച്ചു, പേര് പറഞ്ഞു, അത്രേ ഉള്ളൂ. പേര് പറഞ്ഞു, പിന്നെ മൊണ്ണാന്ന് പറയുമ്പോ കേട്ടിരിക്കണം. മൊണ്ണാളാണോ നീ ചോദിക്കേണ്ട കാര്യം കേട്ടില്ല. എന്താ കൊമ്പാ കേട്ടില്ല? നീ ക്രൈസിന്റെ അടുത്ത് പുതിയ കയറിയ എല്ലാം മൊണ്ണാണോ എന്ന് ചോദിക്കേണ്ട കാര്യം. ക്രൈസ് ഞാൻ ചോദിച്ചേ. ക്രൈസ് പറയട്ടെ, പുതിയതായി വന്ന പുതിയതായിട്ട് കയറിയ ഇത് നിങ്ങളുടെ ഗാംഗിലോ? അതെ, ജോഡിന് പേരിട്ട് പേരുണ്ടായിരുന്നു. ഞാൻ ആ രീതിയിലാണ് പറഞ്ഞത്, അല്ല ഞാൻ ക്രൈസിന്റെ അടുത്താണ് പറഞ്ഞത്. ക്രൈസിന് എനിക്ക് അതെന്താ സംഭവം അറിയാം. രീതിയിലാണ് അവൻ സംസാരിച്ചത്. അല്ല, ചെവിയില് ഗുരുവുണ്ട്, നമുക്കും ചെവിയില് ഗുരുവൊന്നുമില്ല ബ്രോ. അങ്ങനല്ലല്ലോ ഞാൻ അതാ പറഞ്ഞ അവര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. നിങ്ങളെ തന്നെയാണെന്ന് നിങ്ങൾക്ക് എന്ത് ഉറപ്പ്? ഞങ്ങളെ അടുത്താണ് സംസാരിച്ചതും. നമ്മുടെ ഗ്യാങ്ങിലുള്ള ആളല്ലേ? എനിക്ക് എന്റെ അടുത്ത് പണ്ട് പോലെ കമ്പനി ഉള്ള ഒരുത്ത് ഞാൻ അങ്ങനെ സംസാരിച്ചാണ്. ഞാൻ ടി ജി എന്നുള്ള ഗ്യാങ് കണ്ടിട്ടൊന്നും വന്ന് ക്രൈസ്റ്റിനെ പറ്റിട്ടല്ലോ ബ്രോ സംസാരിച്ചത് അവിടെ. ക്രൈസ്റ്റിനെ പറ്റി ജോടെന്നുള്ള സാധനം നിനക്ക് അറിയൂ എന്തുവാന്ന്? അല്ലല്ല, ക്രൈസ്റ്റ് ഇതൊരു നിങ്ങള് ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചാണോ നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണ് ക്രൈസ്റ്റിന് ഇത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അവൻ ആ ഒരു രീതിയിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അല്ലെങ്കിൽ അറിയാവുന്ന രീതിയിൽ സംസാരിച്ചതാണ്. ആക്ച്വലി അറിയാവുന്ന രീതിയിലാണ് പ്രശ്നം. അതായത് ഞാൻ അവനെ മാറ്റി നിർത്തിയിട്ട് അതിനെ പറഞ്ഞത് അവന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഇപ്പൊ ഞങ്ങള് നിക്കണ സമയത്ത് ഞാനും പോപ്സും അതേപോലെ തന്നെ അഖിലും കൂടെ വന്നിട്ട് സംസാരിക്കാൻ വന്നേ. അപ്പോ നേരെ ഫ്ലഫി വന്നിട്ട് ഇവന്റെ അടുത്താണ് പറയുന്നത് പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ അഖിൽ ജോഡ് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഈ ജോഡ് എന്ന പേരുള്ള കുറെ എണ്ണം ഇറങ്ങിട്ട് പിന്നെ മൊണ്ണ അങ്ങനെ എന്തോ പറഞ്ഞവർ. അപ്പോ ഇപ്പൊ ഞാൻ കേട്ട്, അപ്പൊ ഇവൻ എന്റെ അടുത്ത് കമ്പനിയുള്ള പൈസ എനിക്കിപ്പോ പ്രശ്നം ഉണ്ടാവിരിക്കുമായിരിക്കും. പക്ഷെ ഇവർക്ക് അതങ്ങനെ വെറുതെ കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അഖിലിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞു. ഞാൻ അഖിൽ പറഞ്ഞിട്ടില്ലേ, ജോടന്നേ പേര് പറഞ്ഞിട്ടുള്ളൂ. കണ്ണാപ്പി മിണ്ടായിരുന്നു. സംസാരിക്കാൻ പറയുമ്പോ സംസാരിച്ചാൽ മതി. പറഞ്ഞ ഫ്ലഫി പറ. ഞാൻ സത്യം പറഞ്ഞ ഇവന്റെ അടുത്ത് നമ്മൾ പണ്ട് പോലെ കമ്പനി ഉള്ള രീതി സംസാരിച്ചാണ്. അല്ലാണ്ട് ഇവന്മാരുടെ അടുത്ത് വള്ളി എടുത്തിട്ട് എനിക്കിപ്പോ എന്തിനു കിട്ടാനാ? നീ ക്രൈസ്റ്റിനോട് പറയണം. ആ ക്രൈസ്റ്റിന്റെ അടുത്താണ് പറയണത്. നീ ഇവന്മാരുടെ അടുത്ത് വള്ളി എടുത്തിട്ട് എന്ത് ചെയ്യണം? നീ കൊറേ ആയാലും ഊക്കറിന്റെ അടുത്ത് എന്നിട്ട് നീ ട്രിക്കി അല്ലേ നീ ഉണ്ടാക്കുന്നത്? മര്യാദക്ക് സംസാരിക്കാം, നമ്മള് മര്യാദക്കല്ലേ സംസാരിക്കുന്നത്. അല്ല, ഇപ്പൊ മര്യാദക്ക് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയണം. നമ്മളിപ്പോ മര്യാദക്ക് ഡീസന്റ് സംസാരിക്കില്ലേ? ഓ അങ്ങനെ നീ എന്തായിരുന്നു പറഞ്ഞത്? ലൈക്ക് പുതിയ കയറിയ മൊണ്ണകളാണ്. എടാ ഇവന്മാര് മൊണ്ണകള് തന്നെയാ. 10 വാറും കണ്ട നമ്മളോട് തോറ്റെ 10 വാറാ. നമ്മളോട് തോറ്റെ 10 വാറാ. ആ വാവ് എപ്പിക്. 10 വാറാ തോറ്റ 10 വാറ്. അച്ചിത്തീട്ടങ്ങള് മെസ്സ് കാണിക്കട്ടെ. 10 കാശ് ഒരു വാറ് ജയിച്ചവന്മാരായിരുന്നു ഈ മെസ്സ് അടിക്കണത്. ഞാൻ പറയാം, ഒരു വാറ് ജീവിതത്തിൽ ഒരു വാറ് ടിവിക്കെതിരെ ജയിച്ചവന്മാരാണ്.
നാലഞ്ച് പേര് ചുറ്റും നിൽക്കുമ്പോ നീ മാസടിക്കുക കൊച്ചുവാടി പയലേ. കൊച്ചുതായ വിളി പയലെയൊന്നു തന്നിട്ടുണ്ട് ഇനി അടുത്ത മാസം എടുത്ത് വണ്ടി എടുക്ക് അടാ അകത്ത് കേറ് അടിക്കാൻ പറ്റും എ ക്ലാസ് സൂപ്പർമാരാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പെക്ടഡ് ആയിരുന്നു. ഇത് ഓൾറെഡി ഞാൻ എക്സ്പെക്ടഡ് ആയിരുന്നു. എത്രയൊക്കെ ചെയ്യാൻ നോക്കിയാലും എ ക്ലാസ്. ഞാൻ മറ്റേ അവനെ മാറ്റി നിർത്തി സോറി വരെ പറഞ്ഞായിരുന്നു. എന്നിട്ട് അവനൊക്കെ കിഴച്ച് ഞാൻ പറഞ്ഞല്ലോ എന്റെ അടുത്ത് രണ്ട് ശർക്കരയും ഒരു ഓലയും 2 പഴം കൊണ്ട് കൊടുത്തിട്ട് കൊമ്പാച്ചമെല്ലാം കഴിച്ചിട്ട്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ എടാ ഒരു വാറ് ജീവിതത്തിൽ ജയിച്ചവന്മാരായിരുന്നെങ്കിൽ പറയും ഒരു വാറ നിങ്ങൾ ജയിച്ചടാ. ഇത് വൻ ശോകം എന്തൊക്കെ. അല്ല ഇതിപ്പോ ഇത് വേറെ ഇതെന്ന് പറഞ്ഞാലാണ്ടാ ഇപ്പൊ നമ്മുടെ അടുത്ത് എല്ലാരും ചത്തോ അതൊക്കെ ആരെല്ലാം ഉണ്ടാ എല്ലാവരും ആളുണ്ട് ഇനി വരത്തില്ല അവര്. നമ്മൾ ഇത്ര പറഞ്ഞത് ഇനി വരത്തില്ല. ഇനി ഇവിടെ വന്നാ പുഴുക്കുമെന്നറിയാം. അതുകൊണ്ട് ഇതാക്കത്തില്ല. ലൈവ് എല്ലാം കാണുന്നുണ്ട്. ഹായ് ടി ജെ ഗൈസ്, വെൽക്കം ടു ദി സ്ട്രീം. വട്ടം പറന്നു വന്നേ. ഇനി വരത്തില്ല. അവരങ്ങനെയാണ്. നമുക്കറിയാലോ ഗൈസ്, നമുക്കറിയാലോ. നമ്മൾ കുറെ നാളായില്ലേ ആണാ കിക്ക് ചെയ്താ. വാർച്ചാറ്റ് സിറ്റുവേഷൻ ഇവിടെ ട്രിഗർ ചെയ്യാൻ പറ്റത്തില്ല. നേരിട്ട് എടുക്കാൻ പറ്റും. വാർച്ചാറ്റ് ഇട്ടപ്പം ഞാൻ CT മോൾ ഡൗൺ ആയത് വന്നില്ലല്ലോടാ ഇവിടെ. 7-0 എന്ന് പറയുന്നത് ഇവിടെ എല്ലാരും 7-7. പക്ഷെ വാസോണ്ട് ആ സമയത്ത് പക്ഷെ നമ്മൾ അടിച്ച സമയത്ത് ഈ CT ഇല്ലായിരുന്നു കേട്ടോ. ഇവന്മാര് വിഷയം CT കൊള്ളാം. CT വിഷയമാണല്ലേ. പക്ഷെ നമ്മളൊന്ന് പറയുന്ന സീരിയസ് ആയിട്ട് പറയാം. നമ്മളൊന്ന് പറയരുത്, പയ്യെ നിർത്തി പോവും. അതെ കൊമ്പാച്ചന്റെ 5ാം കാലാണോ അടിയാണോ? കൊമ്പാച്ചന്റെ അടിയാണ്. ഒരു ഡോക്ടറാണ്. തലക്ക് തിരിയാത്തൊരു പയ്യനെ പറഞ്ഞുതരാം. പക്ഷെ മൃഗ ഡോക്ടറാണല്ലോ അവനെ ചികിത്സിക്കാൻ പറ്റൂ. ഫ്രസ്ട്രേഷൻ ഉള്ള പിള്ളേരെ എന്തോടാ പിന്നെ ഇവിടെ ബ്രീച്ച് ഇടാൻ പറ്റുമല്ലോ. അല്ല സിറ്റുവേഷന് ലൊക്കേഷൻ ചോദിച്ചിട്ടോ നമ്മള് റെസ്പോണ്ട് ഒരു എന്തായാലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മള് 30 മിനിറ്റ് കൂടുതൽ ഗ്യാങ് ഓഫ് ചെയ്യണമെങ്കിൽ അവർക്ക് ബ്രീച്ച് റൂൾ അറിയത്തില്ല. നീ പറഞ്ഞു പഠിപ്പിക്കരുത്, കണ്ടോണ്ടിരിക്കാൻ ഇപ്പൊ അവരറിഞ്ഞു കേട്ടാ. എല്ലാരും അറിഞ്ഞു. ആ കിക്കില് ഇത് കുറവല്ലേ? ഡിലേ കുറവാ. ഇല്ല ഡിലേ ഒന്നുമില്ല. അണ്ണാ 2 ഗ്യാങ് വേണ്ടി കൊമ്പാച്ചിന് പിള്ളേരോ അടിച്ചിട്ട് പോടാ നാളെ കണ്ടന്റിലേക്ക് കിട്ടു. അപ്പോഴേ എത്തി മുണ്ടുമൊക്കെ ഇറങ്ങിയാട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും ഫ്രസ്ട്രേഷൻ ഉള്ള പൊണ്ടച്ചികളൊന്നും നാളെ വന്ന് പറയരുത് എന്നോട്. മറ്റേ ഇവരായിട്ട് സിറ്റുവേഷൻ എടുത്തിട്ട് ഞങ്ങൾക്ക് സൈബർ ബുള്ളിങ് കിട്ടി, ഞങ്ങൾക്ക് അത് കിട്ടി. ഇമാര് ഊമ്പിത്തരം കാണിക്കുന്നവന്മാരെ ഒരുത്തന്മാരൊന്നും പറയുന്നത്. അതിന്റെ ഞാൻ പറഞ്ഞു വിട്ടതാണ്. അത് പറഞ്ഞിട്ട് ലൈവിൽ ഇരുന്ന് മോങ്ങരുത് നീ. എനിക്ക് അതേ പറയാനുള്ളൂ. അങ്ങനത്തെ പേടിയുള്ളവന്മാരെ സിറ്റുവേഷൻ എടുക്കരുത്. ഞാൻ കഴിഞ്ഞ സിറ്റിയിലെ പറഞ്ഞതാണ്. TV ആയിട്ട് സിറ്റുവേഷൻ എടുത്തിട്ട് മറ്റേ ആൾക്കാർ വന്ന് തെറി പറയുന്നു, അത് പറയുന്നു എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരല്ലേ മോനെ. ഇരുന്ന് ലൈവിലിരുന്ന് മോങ്ങേ ഉള്ളൂ. നിനക്കൊക്കെ കിട്ടിയാൽ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞു കൊടുത്തില്ല. ഞാൻ ചെയ്യലെന്നേ പറഞ്ഞിട്ടുള്ളൂ.
അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയുക ലൈവിൽ നിന്ന് പോകാൻ കരുത്. ചില ആൾക്കാരൊക്കെ ലൈവ് വരും ഗൈസ്, ലൈവ് വന്നിട്ട് പറയും ഞാൻ ഇനി തൊട്ട് ഇല്ല ഗൈസ് ഇത് ഭയങ്കര ടോക്സിക്, ഞാൻ ഇനി തൊട്ട് ലൈവ് ഇടുന്നില്ല, ഞാനിതെല്ലാം നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വരും. അന്നേരം എൻ്റെ അടുത്ത് പറയരുത്, ദയവേത് എൻ്റെ അടുത്ത് പറയരുത്. അങ്ങനെ പേടിയുള്ളവരെ സിറ്റുവേഷൻ എടുക്കല്ലേ ദയവേത്, ടി വി ആയിട്ട് സിറ്റുവേഷൻ എടുക്കല്ലേ. ഞാൻ ലീഡറായിട്ട് സംസാരിക്കത്തുള്ളൂ. ഞാൻ സംസാരിക്കുന്നത് ഈഗിൾ ഗെയിമിംഗ് ആയിട്ടല്ല, ഞാൻ പരുന്ത് വാസമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ മാസ രീതിയിലേ സംസാരിക്കത്തുള്ളൂ. എടാ വാണിംഗ് ആണ്, വാണിംഗ് ഇറ്റ്സ് TGA, വാണിംഗ് ഇറ്റ്സ് TGA ഗൈസ്. ആളിപ്പോ തുമ്പിക്കൈയിൽ ഒരു കുടം വെള്ളം ഇപ്പൊ തെറിപ്പിക്കും കമ്പം വന്നിട്ട്. ആദ്യം നമ്മൾ നനയ്ക്കും, നനച്ചിട്ടേ അടിക്കും അവൻ. നമുക്ക് രണ്ട് ഓല കേട്ടേ, ഇച്ചിരി ഓല ശർക്കര, അവൻ ഹാപ്പിയാ. കണ്ണനുണ്ണിയാണേ കൊമ്പനാണേ എടാ ഈ DJ പുഷ്പ എടാ ഇവനെ കാണുമ്പോണ്ടല്ലോ തീട്ടം വാരി ഇവന്റെ വായിക്കകത്തോട്ട് അങ്ങ് പൊത്താൻ തോന്നും ഇവനെ കാണുമ്പോ തന്നെ. എനിക്ക് ഇവനെ കാണുമ്പോ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് ഇവനെ മനസ്സിലാവുന്നില്ല. ബാക്കി ഒരു കുഴപ്പമില്ല, ഈ DJ പുഷ്പയെ കാണുമ്പോണ്ടല്ലോ തീട്ടം വാരിട്ട് അവന്റെ വായിക്കകത്തോട്ട് അങ്ങ് പൊത്തി കൊടുക്കണം. അവന്റെ സംസാരം, അവന്റെ ഞാൻ ഒന്നും പറയുന്നില്ല. ട്രിക്കിയുടെ മോനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓ ശരി, ഇവന്റെ അതേ മോന്ത ഉള്ളവരത്തിന് അവിടുന്ന് സംസാരിച്ചല്ലേ. അതാ അവളെ വെച്ച് പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞ ദിവസം കണ്ടപ്പോ എടാ ട്രിക്കി നീയാ, നീ ഇവിടെ ചോദിച്ചു. അത് കണ്ടിട്ട് പൈര് അതാണിത്. പിന്നെ ട്രിക്കിയുടെ മോന്ത ഞാൻ ഗ്രാഫിക്സ് കാർഡ് ഊരിട്ടാ വരുന്നത് മറടിക്ക്. ആന ഇറങ്ങിയല്ലോ. എന്റെ പണ്ടത്തെ സ്ഥിരം പാട്ടായിരുന്നു. എന്റെ പണ്ടത്തെ കൊമ്പൻ ഇട്ടു കൊടുക്കുന്ന സ്ഥിരം കണ്ണാപ്പി back with us.